ബാക്ക് ടു ദ എപ്പിസോഡ് ഓഫ് ഉണ്ണിയബിൾ 2.0. ഇത് ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏപ്രിൽ 1 കൊണ്ട് വരുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ ഫോർ യു പാർട്ട് 2 ആണ്. USS GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഗൈസ് കഴിഞ്ഞ നമ്മുടെ LSS നേരെ USS ആയി. അപ്പോൾ ഗൈസ് നിങ്ങളത് സംശയിച്ചിട്ടുണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് വളരെ കുറച്ച് സമയം കുറച്ച് GK ക്വസ്റ്റ്യൻ കിടന്നു കുറേ എടുക്കേണ്ടതല്ലേ, കുറച്ച് എന്തെങ്കിലും എടുക്കുന്നത് നിങ്ങൾ വിചാരിച്ചു കാണും. അത് ഗൈസിനൊരു പ്രശ്നമുണ്ട്. ഇത് 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. 15 മിനിറ്റ് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കൂടിയാൽ നമ്മുടെ യൂട്യൂബ് ഇടാൻ പറ്റില്ല. അതെന്താണെന്ന് പോലും എടുക്കാറുള്ളത്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയം കളയുന്നില്ല. നമ്മൾ ലൈക്ക് ടാർഗറ്റ് 5000 ആണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാം. പ്ലീസ് നമ്മളെ സ്റ്റാർട്ട് ചെയ്യണം. മാത്ത് അറബിക്കടലിലെ പതിക്കും ഹിമാലയൻ നദി സിന്ധു നദി കേട്ടോ. ഇതൊക്കെ അപ്പുറം കിടന്നവനല്ലേ. അതിവർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? നമ്മൾ ഇത് ഈ ഒരു അതിവർഷമായി കൊണ്ട് എല്ലാവർക്കും 17 ആയിരുന്നു. കാരണം ഈ ക്വസ്റ്റ്യൻ ഇതിലുണ്ട്, LSS-ലുണ്ട് 366 ദിവസങ്ങൾ. ഇത് തന്നെ പഠിച്ചിട്ട് പോയില്ല. നിങ്ങളാരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. നമ്മുടെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഗ്രീനിച്ച് അതൊക്കെ എന്താ കേസ്, ഞാനിതൊന്നൊക്കെ ഒന്നും അറിയില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഗൈസ്, ഇത് ഞാൻ കാസർഗോഡാണ് മിക്കവാറും. കണ്ണൂറാ. ഗൈസ് ഈ ക്വസ്റ്റ്യൻ LSS വന്നായിരുന്നു, പക്ഷേ എക്സാമിനല്ല, പഠിക്കാനുള്ളതായിരുന്നു. ഇന്ത്യൻ ഭരണഘടന ഉദ്യോഗമായി നിലവിൽ വന്ന വർഷം 1950 ആണോ ഡൗട്ട്. 1900 അങ്ങാട്ട്. ജനുവരി 26. ഇത് മറ്റേ അതിലാണ് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു രേഖയാണല്ലോ ഗീസ്. രേഖകളുടെ ക്വസ്റ്റ്യൻ ഒന്നും എനിക്കറിയണോ ചോദിക്കണ്ട, എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ 3 കൊല്ലം കഴിഞ്ഞിട്ട് പഠിക്കും. അപ്പം കാണിച്ചു പറഞ്ഞാൽ ഓസോൺ ദിനം എന്ന് ആചരിക്കുന്നത് ഞാൻ പഠിച്ചത്. അയ്യോ ഗൈസ്, ഇതിപ്പോൾ ഇതിനൊക്കെ വന്നായിരുന്നു. ഇത്രയും ഓർമ്മയില്ല. അറിയില്ല. സെപ്റ്റംബർ 16. സെപ്റ്റംബർ 17 എൻ്റെ ബർത്ത്ഡേ ആണ്. ഇതുപോലെ മറന്നുപോയി, എൻ്റെ കഷ്ടം. 18 മറ്റേ ബാമ്പു ഡേ ആണെന്നറിയാം, ബാക്കിയൊന്നും അറിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി അതെന്താ കുന്തം സംഭവം. ഞാൻ പോസ് ചെയ്തു പോയി. കേരളത്തിലെ കായലുകളുടെ എണ്ണം. ഇത് ഞാൻ എവിടെയും കണ്ടിട്ട് എനിക്കറിയില്ല. കായലുകളുടെ എണ്ണം ഇത് ഓഫാണ്, അതിന് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. 34. അതിൽ ഒരു കാര്യം എനിക്ക് അറിയില്ല. ഇതാണ് മറ്റേ ഇത് വേമ്പനാട്ട്. 2020 സാഹിത്യ നോബൽ ജേതാവ് ആര്? ലൂയിസ് ഗ്ലക്ക്. പോലും ദേശീയ ഭരണഘടന ദിവസമായി ആചരിക്കുന്നത് എന്ന്. ഭരണഘടന എന്ന് വെച്ചാൽ ശരിക്കും ഇംഗ്ലീഷ് ഞാൻ LSS എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് USS അല്ല, ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ളൂ. ബാക്കി മലയാളം ഞാൻ അത്ര അറിയില്ല. ഈ ഭരണഘടന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നവംബർ 26 ഈ സംഭവം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാരണം എൻ്റെ ബുക്കിലൊന്നും ഇല്ല തോന്നുന്നു. ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യും. 13ാമത്തെ കോഴ്സ് നമ്മൾ ഇത്രയും പെടുന്ന 13 കോഴ്സ്, അതും ഒരു 5 മിനിറ്റ് എൻ്റെ പോലെ. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇതായിരുന്നു. ഇത് എനിക്ക് ഉദ്ദേശിക്കുന്ന ആളാണെന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ കളിയാക്കുമോ ഒരു ഡൗട്ട്. ഞാൻ പറയുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച ആളാണ് ഞാൻ പറയാം. ഒരാളല്ല ഗസ്, ഞാൻ ഉദ്ദേശിച്ച ആളാരാണെന്ന് നിങ്ങൾക്കറിയോ? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് വേറൊരു ഗസ്, കാരണം ഫേമസ് ഒരാളാണ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ. നിങ്ങൾക്കൊന്നും എന്നോട് ചോദിക്കില്ലേ? V. ഭാസ്കരൻ.
ഇതൊന്നും എനിക്കൊന്നും അറിയില്ല. 2020 രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം. ഇതാകൊരു ക്രിക്കറ്റ് താരക്കൊരു ബിന്നുമണി. അയ്യോ, അത് ഞാൻ പഠിച്ച മറ്റേ ഗേൾസാണ്, ഇത് ബോയ്സാണല്ലേ. അമ്മേ എൻ്റെ അണ്ണാ ഗൈസ്, എൻ്റെ ക്രിക്കറ്റിലൊരു മികച്ച ഫാൻ തന്നെയാണ് രോഹിത് ശർമ്മ. ഞാനെന്ത് പണിയാണ് ഗൈസ്, എൻ്റെ ബെസ്റ്റ് ഫാനെ പോലും ഞാൻ തോൽപ്പിച്ചത്. ഇഷ് എന്നെ തോക്കുമ്പോൾ വെടിവെച്ച് വന്നിട്ട് ഇത്രയും തെറ്റ ആൻസർ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ ബെസ്റ്റ് ഫാനായിട്ട് ഒരിതുപോലും അറിയില്ല. ആദ്യം ഭൂപണ്ഡം വരച്ചതാര് എന്തോ ഗൈസ്, ഈ പേരൊക്കെ എന്ത്? ഇന്ത്യയുടെ വ്യവസായിക തലസ്ഥാനം ഗൈസ്, ഞാൻ പൗസ് ചെയ്ത് മുമ്പേ അപ്പത്തിൻ്റെ ആൻസർ അത് മുംബൈയിൽ നിന്ന് ഉണ്ട് ഗൈസ്. ഗസ് ചെയ്യുന്ന മുമ്പേ അപ്പത്തി ആൻസർ. ഇത് ഭയങ്കര ഫാസ്റ്റ് ഉണ്ടാവും. 3 മിനിറ്റ് നമ്മൾ കഴിഞ്ഞോ എൻ്റെ പണി ഗൈസ്. 3 മിനിറ്റ് ഗൈസ് നമ്മൾ കവർ ചെയ്തിട്ടോ, വെറും 7 മിനിറ്റ്. എനിക്ക് കുറച്ച് സമയങ്ങളുള്ളൂ ഗൈസ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗൈസ്, ഇത് അപ്പത്തിൻ്റെ ആൻസറാണ്. ഗ്രീൻലാൻഡിൽ നിന്ന് ഒരു ഇതുപോലെ തരുന്നില്ല. വേഗം ലോകരോഗ്യം. എന്ത് പരിപാടി ഗൈസ്. ഗൈസ് ഞാനിത് പൗസ് ചെയ്യുന്ന മുമ്പ് അതിൻ്റെ ആൻസർ വന്നു. ഏപ്രിൽ 7 ഇത് ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതി. ഗൈസ് ഇങ്ങനത്തെ അറിയാത്ത ക്വസ്റ്റ്യൻ ചോദിക്കലാണ്. ബഹുമതി ആരാ? ബഹുമതി എന്ന് വെച്ചാൽ എന്താ? ഞാൻ അങ്ങനെ ചോദിച്ചേ അതറിയായിരുന്നു. പക്ഷേ ഈ ബഹുമതി ഇംഗ്ലീഷിലറിയാം, മലയാളം തരാം. 2000 വയലാർ അവാർഡ്. ഈ ഉണ്ടാക്കിയ നെബജൻ മാത്രമേ ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സമയം കണ്ടു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറായി. ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് അറിയില്ല. അയാളല്ല, ശക്തികാന്ത് ദാസ്. ഇത് താമസം കേട്ടോ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വേഗം ആൻസർ ചെയ്യും. ടഫ് ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ ആൻസർ കാണിക്കില്ല. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്ന്? കേസ് ജൂലൈ 2. ഞാൻ മറ്റേ 2 3 അറിയാം. ജൂലൈ 14 തോന്നുന്നു, 2023. കേസ് മിക്കവാറും കേസ് ഇന്ന് ഈ വീഡിയോ ഫുൾ നമ്മൾ കവർ ചെയ്യും കേട്ടോ. 2020 മിസ്റ്റർ യൂണിവേഴ്സായി തിരഞ്ഞെടുപ്പെട്ട മലയാളി എന്നൊക്കെ അറിയില്ല. നരേഷ് അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ജീവിതം എൻ്റെ സന്ദേശം മറ്റേ മഹാത്മാഗാന്ധിയാണോ? ഗൈസ് എൻ്റെ മെമ്പറിൽ ഒരു ആൻസർ മാത്രം കറക്റ്റ്. വീഡിയോ കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവർ കണ്ടേ നിയോജൻ മാത്ത് സബ്സ്ക്രൈബ്. ഇത് നിങ്ങൾ നിയോജൻ മാത്സിന് ഒരിക്കലും ചിന്തിക്കരുത്. ഇവിടെ ഉണ്ണിയാൻ 2.0 എന്ന് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തോന്നുന്നു. ബൈ.